ഞാൻ നിങ്ങളുടെ സ്വന്തം ജസിനംസ്. എടാ മക്കളെ, ബാത്തോസ് മംഗൾവാർക്ക് എന്ന് പറഞ്ഞ ചാപ്റ്ററിലേടാ നമുക്ക് ഓർമ്മയില്ലേടാ ആ അടിപൊളി ഡോക്ടറെ കുറിച്ച് നിങ്ങൾ ഓർക്കുന്നില്ലേ? ആ ഡോക്ടേഴ്സിന്റെ ചാപ്റ്ററിൽ നിന്നും എന്തായിരിക്കും വരിക എങ്കിൽ ഞാൻ തരട്ടേടാ. റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ തരട്ടേടാ. ഉറപ്പായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ തരട്ടേടാ. യെസ്, ഇന്നാ പിടിച്ചോ മക്കളെ, ഇന്നാ പിടിച്ചോ. ഏതാടാ ആ ക്വസ്റ്റ്യൻ നോക്കിക്കേടാ. ഡോക്ടർ രമണി അഡ്കുരി की ചരിത്രഗത വിശേഷതാओं पर टिप्पणी लिखे. നമ്മുടെ ഡോക്ടർ രമണി അഡ്കുരിയെ കുറിച്ചുള്ള ക്യാരക്ടർ സ്കെച്ച് ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ്, ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. സോ നമ്മൾ പഠിക്കാൻ പോവാണ്. എങ്കിൽ 2 കൈ നീട്ടിക്കോ, 4 മാർക്ക് പിടിച്ചോ. സിമ്പിൾ ആയിട്ട് നമ്മൾ എഴുതാൻ പോവാടാ. നോക്കടാ മക്കളെ. യെസ്, ഡോക്ടർ രമണി അഡ്കുരി गरीबों की सेवा के लिए अपना जीवन समर्पित करने वाली एक ईमानदार डॉक्टर है. എന്താണ് പറഞ്ഞത്? ഡോക്ടർ രമണി അഡ്കുരി എങ്ങനെയാണ് ഗരീബോं की सेवा के लिए അല്ലെ, പാവപ്പെട്ട ആളുകൾക്ക് സേവനം ചെയ്യാൻ, സർവീസ് ചെയ്യാൻ വേണ്ടിയിട്ട് अपना जीवन തന്റെ ജീവിതം സമർപ്പിത करने वाली एक ईमानदार डॉक्टर. എന്താ പറഞ്ഞത്? തന്റെ ജീവിതം മറ്റുള്ളവർക്ക് വേണ്ടി, പാവപ്പെട്ടവർക്ക് വേണ്ടി ഒഴിഞ്ഞു വച്ചിട്ടുള്ള ഒരു ഈമാൻദാർ, സത്യസന്ധയായിട്ടുള്ള ഡോക്ടറാണ്. ക്ലിയർ അല്ലേടാ? സെറ്റ് അല്ലേടാ? യെസ്, നെക്സ്റ്റ് നോക്കടാ മക്കളെ. ഡോക്ടർ കോ വ്യാപാർ നഹി മാൻതി. ഈ ഒരു ഡോക്ടർ എന്ന് പറഞ്ഞ ഒരു പദവി ഇല്ലേടാ, അതൊരു വ്യാപാരമായിട്ട്, ഒരു ബിസിനസ് ആയിട്ടല്ല ആര് കണക്കാക്കുന്നത്? നമ്മുടെ രമണി അഡ്കുരി. ഉൻകെ അനുസാർ ഡോക്ടർ കോ സമാജ് കി സേവ കർണി ചാഹിയെ. അവരുടെ അഭിപ്രായത്തിൽ ഒരു ഡോക്ടർ എന്ന് പറഞ്ഞാൽ എന്താ? സമൂഹത്തെ സേവിക്കുന്ന, സമൂഹത്തിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളാവണം. അതാണ് അവരുടെ കണ്ണിൽ എന്താ ഡോക്ടർ എന്ന് പറഞ്ഞാൽ. वो एक आदर्शक डॉक्टर है जंगल के लोगों के इलाज के लिए അല്ലെ. അപ്പൊ അവരെന്താ ഒരു അടിപൊളി ഡോക്ടറാണ്, ഒരു മാതൃകാപരമായിട്ടുള്ള ഒരു ഡോക്ടറാണ് അല്ലെ. അപ്പൊ അവരെന്താ ചെയ്യുന്നത്? ജംഗൽ കെ ലോഗോं के, ഈ കാട്ടിനുള്ളിലെ ആളുകൾക്ക് ഇലാജ് കെ ലിയെ, ചികിത്സ കൊടുക്കാൻ, ട്രീറ്റ്മെന്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? വേ ഹർ ഹഫ്തെ, ഓരോ ആഴ്ചയിലും അല്ലെ, എല്ലാ ആഴ്ചയിലും എന്ത് ചെയ്യുന്നുണ്ടടാ? കൈ മുസീബത്തെ, ഒരുപാട് ബുദ്ധിമുട്ടുകൾ ചേൽക്കർ ബി ജാത്തി ഹേ. അപ്പൊ എല്ലാ ആഴ്ചയിലും എന്താണ്? ആ കാടിനുള്ള ആളുകൾക്ക് ചികിത്സ നൽകാൻ വേണ്ടിയിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ സഹിച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? അവർ അവിടേക്ക് പോകുന്നുണ്ട്. शहर के क्लिनिक की अपेक्षा जंगल का क्लिनिक उन्हें अच्छा लगता है അല്ലേ. അപ്പൊ എന്താണ്? നമ്മുടെ ഈ സിറ്റിയിലുള്ള ക്ലിനിക്കിനേക്കാൾ കൂടുതലായിട്ട് അവർക്ക് ഇഷ്ടം ഏതാണ്? യെസ്, കാട്ടിനുള്ളിലുള്ള ആ ഒരു ക്ലിനിക്കാണ്. वहां आधी रात तक चिकित्सा करने तथा रात को जंगल में रुकना में वे नहीं हिचकती. എന്താ ചെയ്യുന്നത്? ഈവനിങ് ഒരുപാട് ലേറ്റ് ആവുന്നവരെ അവിടുത്തെ രോഗികളൊക്കെ അവർ നോക്കുന്നു. അതുപോലെ ആ രാത്രിയിൽ അവിടെ തങ്ങാനും എന്ത് ചെയ്യാറില്ല, അവര് മടിക്കാറില്ല. ഗരീബോं की हालत, ഈ പാവപ്പെട്ടവരുടെ, ദരിദ്രരുടെ ഈ ഹാലത്ത്, അവസ്ഥ अच्छी तरह से നല്ല രീതിയിൽ समझकर മനസ്സിലാക്കിയിട്ട് उसे सुधारने वाली एक कर्तव्यनिष्ठ डॉक्टर को हम उनमें देख सकते हैं. ഈ പാവപ്പെട്ട ആളുകളുടെ അവസ്ഥ മനസ്സിലാക്കി അവരെ നല്ല രീതിയിലേക്ക്, പുരോഗതി എത്തിക്കാൻ ശ്രമിക്കുന്ന ഒരു ഡോക്ടർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? യെസ്, ഈ രമണി അഡ്കുരിയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. എടാ മകളെ, 4 മാർക്ക് നിങ്ങൾക്ക് സെറ്റ് അല്ലേ? ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കും, ഉറപ്പാണ്. അപ്പം പഠിച്ചോ, 1-2 തവണ അവിടെ അങ്ങ് ഇരുന്ന് വായിച്ചോടാ, മനസ്സിലങ്ങ് സെറ്റ് ആക്കിക്കോ. ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കും. യെസ്, ദെൻ നമ്മുടെ നെക്സ്റ്റ് ചാപ്റ്ററിലെ ഒരു അടിപൊളി ക്വസ്റ്റ്യനുമായിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരും. യെസ്, അപ്പം നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ പകലാം. Ta-ta.